2024 മലയാള സിനിമ വമ്പൻ ഹിറ്റുകൾ സമ്മാനിച്ചിട്ട് ഇപ്പോൾ 2025 മാർച്ച് പകുതിയിൽ നമ്മൾ വന്നെത്തി നിൽക്കുകയാണ്. 2024 100 കോടി ക്ലബും 150 കോടി ക്ലബും എല്ലാം സംസാര വിഷയമാകുമ്പോൾ 2025 മാർച്ചിലെത്തി നിൽക്കുമ്പോൾ ഇവിടെ ഘോരഘോരമായിട്ട് പ്രസംഗിക്കപ്പെടുന്നത് 100 കോടി ക്ലബും അതുപോലെയൊക്കെ അതും വേസ്റ്റ് ആയിട്ടുള്ള സംസാരങ്ങളാണ്. അങ്ങനെയുള്ള സംസാരങ്ങളുടെ ആവശ്യമില്ല, പ്രൊഡ്യൂസറിന് അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാൻ പറ്റുമോ? അറിയാം. പക്ഷേ പല പല സോഴ്സുകളും പല പല അഭിപ്രായങ്ങളാണ് നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഗ്രോസ് കളക്ഷൻ എത്ര നേടി, എപ്പോൾ റിലീസായി, എപ്പോൾ OTTയിൽ വന്നു, അതുപോലെ തന്നെ കോമൺ പോസിറ്റീവ് റിവ്യൂ എന്താണ്, കോമൺ നെഗറ്റീവ് റിവ്യൂ എന്താണ്. 2025 മാർച്ച് പകുതിയിൽ വന്ന് നിൽക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിട്ടുള്ള മേജർ സിനിമകളുടെ ഒരു ഓവറോൾ റിവ്യൂ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് എല്ലാ സിനിമകളും ഒരുമിച്ച് കാണാതെ പറയാനുള്ള ഒരു കപ്പാസിറ്റി എനിക്കില്ലാത്തതുകൊണ്ട് ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്കും വളരെ ഉപകാരപ്പെടും നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 2025 നമ്മുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് വന്നത് ടൊവിനോ ചിത്രമായ ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ ഐഡൻറ്റിറ്റിയുടെ ഡീറ്റെയിൽസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഐഡൻറ്റിറ്റി 2025 ജനുവരി 2-ാം തീയതിയാണ് റിലീസായത്. അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവരാണ് പടം ഡയറക്റ്റ് ചെയ്തത്. മെയിൻ കാസ്റ്റ് ടോവിനോ തോമസ്, തൃഷ കൃഷ്ണൻ, വിനയ് റായ്. രാഗം മൂവീസ് ആൻഡ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പാണ് പ്രൊഡ്യൂസ് ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഒരു 40.23 കോടി രൂപയാണ് പടം കളക്ട് ചെയ്തിട്ടുള്ളത്. OTT പ്ലാറ്റ്ഫോം C5 ആയിരുന്നു. 31 ജനുവരിക്ക് തന്നെ പടം OTTയിൽ റിലീസായി. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കോമൺ പോസിറ്റീവ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രൊഡക്ഷൻ വാല്യൂ ആൻഡ് സ്റ്റൈലിഷ് പ്രസൻറ്റേഷൻ. പിന്നെ കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പ്ലോട്ട് ആൻഡ് ലാക്ക് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെഗറ്റീവ് റിവ്യൂ ഈ പടത്തിന് വന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത് രേഖാചിത്രം. 9th ജനുവരി 2025 പടം റിലീസായത്. ജോൺ ടി ചാക്കോ ആണ് പടം ഡയറക്റ്റ് ചെയ്തത്. ആസിഫ് അലി, അനശ്വര രാജ്, മനോജ് KJ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. കാവ്യ ഫിലിംസ് കമ്പനിയും അതേപോലെ തന്നെ ആൻ മെഗാ മീഡിയയും കൂടിയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. ബോക്സ് ഓഫീസിൽ ഒരു 57.3 കോടി കളക്ഷൻ നേടിയിട്ടുണ്ട്. സോണി ലിവ് ആണ് OTT പ്ലാറ്റ്ഫോം. അതുപോലെ തന്നെ 7th മാർച്ചിന് OTT പ്ലാറ്റ്ഫോമിൽ പടം റിലീസായിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റോറി ലൈനും അതേപോലെ തന്നെ നെസ്റ്റാൾജിക് എലമെൻറ്റും ഒത്തിരി പ്രൈസ് ചെയ്തു. അതാണ് അതിൻ്റെ ഒരു കോമൺ പോസിറ്റീവ് റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത്. സം ക്രിട്ടിക്സ് ഫെൽറ്റ് ദ ഫിലിം ഹാഡ് എ പേസിങ് ഇഷ്യൂസ് ഇൻ സർട്ടൈൻ സെഗ്മെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് റിവ്യൂ വന്നിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ചിത്രമായിരുന്നു പ്രാവിൻകൂട് ഷോപ്പ്. 16-ാം തീയതി ജനുവരി 2025 പടം റിലീസായത്. സൗബിൻ സാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ്, ചാന്ദിനി ശ്രീധരൻ എന്നിവരാണ് പടത്തിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തുന്നത്. ഡയറക്റ്റ് ചെയ്തത് ശ്രീരാജ് ശ്രീനിവാസൻ എന്നിവരാണ്. അൻവർ റഷീദ് എൻ്റർടൈൻമെൻ്റാണ് പടം നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. ഒരു 5,19,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നു. OTT ഡേറ്റ്സ് അനൗൺസ്ഡ് അല്ല, പ്ലാറ്റ്ഫോമും അനൗൺസ്ഡ് അല്ല. ഇതിൻ്റെ ഹ്യൂമറും അതേപോലെ എൻഗേജിങ് സ്ക്രീൻ പ്ലേയും ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. സം വ്യൂവേഴ്സ് ഫെൽറ്റ് ദ നെറേറ്റീവ് ലാക്ക് ഡെപ്ത് എന്നിട്ടുള്ള ഒരു കോമൺ നെഗറ്റീവ് റിവ്യൂ ഇതിനെക്കുറിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സിനിമയിലേക്ക് പോകുമ്പോൾ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന പടമാണ് വരുന്നത്. 3rd ജനുവരി 2025 പടം റിലീസായത്. ഗൗതം വാസുദേവ് മേനോനാണ് പടം ഡയറക്റ്റ് ചെയ്തത്. മമ്മൂട്ടി, സുഷ്മിത ഭട്ട്, ഗോകുൽ സുരേഷ്, വിജി വെങ്കടേഷ്, ലെന എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത്. മമ്മൂട്ടി കമ്പനിയാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു 18 കോടി അവർ കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നു. OTT പ്ലാറ്റ്ഫോംസും ഡേറ്റും അനൗൺസ്ഡ് അല്ല. മമ്മൂട്ടീസിൻ്റെ പെർഫോമൻസും സ്റ്റൈലിഷ് പ്രസൻറ്റേഷനും ഒത്തിരി അതിനകത്ത് പുകഴ്ത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറി നരേറ്റ് ചെയ്ത രീതി അത്ര നന്നായിട്ടില്ല എന്നുള്ളൊരു നെഗറ്റീവ് റിവ്യൂ ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നു. അടുത്ത പടം പൊന്മാൻ. 30 ജനുവരി 2025 പടം റിലീസായത്. ജ്യോതിഷ് ശങ്കർ ആണ് പടം ഡയറക്റ്റ് ചെയ്തത്. ബേസിൽ ജോസഫ്, സജിൻ കോബു, ലിജിമോൾ ജോസ്, ആനന്ദ് മന്മഥൻ, ദീപക്
പാരാമ്പോൾ എന്നിവരാണ് പടത്തിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അജിത് വിനായക ഫിലിംസാണ് പടം പ്രൊഡ്യൂസ് ചെയ്തത്. 9.79 കോടി രൂപ അത് കളക്ട് ചെയ്തു എന്നുള്ളത് പറയപ്പെടുന്നു. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോംസ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല, ഡേറ്റും അനൗൺസ് ചെയ്തിട്ടില്ല. ബ്രില്യൻ സ്ക്രിപ്റ്റ് ആൻഡ് പെർഫോമൻസ് എന്നുള്ള ഒരു റിവ്യൂ ആണ്, പോസിറ്റീവ് റിവ്യൂ ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് സജിൻ ഗോപു, ബേസിൽ ജോസഫ് എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഈ പടത്തിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ സം വ്യൂവേഴ്സ് ഫെൽറ്റ് ദ ഫിലിം ഡാർക്ക് കോമഡി എലമെൻറ്റ്സ് വർ നോട്ട് എഫക്റ്റീവ്ലി ബാലൻസ്ഡ് എന്നുള്ള രീതിയിൽ ഒരു നെഗറ്റീവ് റിവ്യൂ കൂടി പടത്തിന് വന്നിട്ടുണ്ട്. പിന്നെ ബ്രോമൻസ് ആണ് പടം. 14 ഫെബ്രുവരി 2025 പടം റിലീസായത്. ശ്രീജിത്ത് ബാബു ആണ് പടം ഡയറക്റ്റ് ചെയ്തത്. സജിൻ ഗോപു, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ് എന്നിവരാണ് പടത്തിൽ അഭിനയിച്ച പ്രധാന കഥാപാത്രങ്ങളിൽ വന്നിട്ടുള്ളത്. അർജുൻ അശോകനും ഒരു പ്രധാന റോൾ ചെയ്തിട്ടുണ്ട്. അർബൻ എനിമൽ, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. OTT ഡാറ്റാസ് നോട്ട് അവൈലബിൾ ആണ്. റിലീസ് ഡേറ്റോ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ടോ ഇവരൊന്നും പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ പ്രൈസ്ഡ് ഫോർ ഇറ്റ്സ് ഫ്രഷ് നറേറ്റീവ് ആൻഡ് ലീഡ് പെർഫോമൻസസ് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യാത്ത ഒരു സിനിമയാണിത്. സം ഫെൽറ്റ് ദാറ്റ് പേസിംഗ് വാസ് അൺഈവൻ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തതായി നമ്മളുടെ മുന്നിലേക്ക് എത്തിയ പടമാണ് മച്ചാൻ്റെ മാലാക. 27 ഫെബ്രുവരി 2025 പടം റിലീസായത്. ബോബൻ സാമുവൽ ആണ് പടം ഡയറക്റ്റ് ചെയ്തത്. സൗബിൻ സാഹിർ, ധ്യാൻ ശ്രീനിവാസൻ, നമിത പ്രമോദ് എന്നിവരാണ് പടം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച് ലീഡ് റോളിൽ എത്തിയിട്ടുള്ളത്. അംബ മൂവീസാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. OTT റിലീസസിനെ കുറിച്ചിട്ടോ മറ്റുള്ള കാര്യങ്ങളോ അവൈലബിൾ അല്ല. ദ കെമിസ്ട്രി ബിറ്റ്വീൻ ലീഡ് ആക്ടേഴ്സ് വാസ് അപ്രീഷിയേറ്റഡ് എന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് കമൻ്റാണ് വന്നിട്ടുള്ളത്. റിസീവ്ഡ് എ നെഗറ്റീവ് റിവ്യൂ ഓവറോൾ. ഈ പടത്തിന് ഓവറോൾ ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് എല്ലാവരും കൊടുത്തിട്ടുള്ളത്. ഓഫ് റോഡ് എന്നുള്ള ഒരു പടം 17 ജാൻ 2025 നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഷാജി സ്റ്റീഫൻ എന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പാനി ശരത്ത്, ഹരികൃഷ്ണൻ, നൈൽജ, ഹിമാശങ്കർ എന്നിവരാണ് പടത്തിൽ പ്രധാന കഥാപാത്രങ്ങളിലെത്തുന്നത്. റീൽസ് ആൻഡ് ഫ്രെയിംസ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. OTT ഡാറ്റ അവൈലബിൾ അല്ല. ദ ഫിലിം ത്രില്ലിംഗ് നറേറ്റീവ് ആൻഡ് പെർഫോമൻസ് ഫോർ പ്രൈസ്ഡ് എന്നുള്ള ഒരു പോസിറ്റീവ് കമൻസ് കോമൺ ആയി വന്നിട്ടുണ്ട്. സം ക്രിറ്റിക്സ് പോയിന്റ് ഔട്ട് ലാക്ക് ഓഫ് ഒറിജിനാലിറ്റി എന്നുള്ള ഒരു നെഗറ്റീവ് കമൻ്റാണ് കോമൺ ആയി വന്നിട്ടുള്ളത്. കയറ്റം എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ പടം 23 ജാൻ 2025 റിലീസായിട്ടുണ്ട്. സനൽകുമാർ ശശിധരൻ ആണ് പടം ഡയറക്റ്റ് ചെയ്തത്. മഞ്ജു വാര്യർ, വേദ് വൈബ്സ്, ഗൗരവ് രവീന്ദ്രൻ എന്നിവരാണ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ എത്തിയിട്ടുള്ളത്. മഞ്ജു വാര്യർ പ്രൊഡക്ഷൻസ് ആണ് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. OTT റിലീസ് ഡേറ്റ്സും പ്ലാറ്റ്ഫോംസും അവൈലബിൾ അല്ല. ലൗഡഡ് ഫോർ ഇറ്റ്സ് എക്സ്പെരിമെൻ്റൽ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് വിഷ്വൽസ് എന്നുള്ളൊരു പോസിറ്റീവ് കമൻ്റാണ് പടം ഓവറോൾ റിസീവ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ നെഗറ്റീവ് റിവ്യൂവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അബ്സ്ട്രാക്റ്റിംഗ് നറേറ്റീവ് വാസ് നോട്ട് അപ്പീലിംഗ് ടു ഓൾ വ്യൂവേഴ്സ് എന്നുള്ള ഒരു നെഗറ്റീവ് കമൻസ് കൂടി പടത്തിന് റിസീവ് ചെയ്തിട്ടുണ്ട്. എന്ന് സ്വന്തം പുണ്യാളൻ 10 ജാൻ 2025 പടം റിലീസായത്. മഹേഷ് മധു ആണ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ, രഞ്ജി പണിക്കർ, അൽതാഫ് സലീം, ബൈജു സന്തോഷ് എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നത്. ട്രൂത്ത് സീക്കേഴ്സ് മൂവി പ്രൊഡക്ഷൻസ് ആണ് പടം എത്തിച്ചിരിക്കുന്നത്. ബോക്സ് ഓഫീസിൽ 2.6 കോടി നേടി എന്നാണ് പറയപ്പെടുന്നത്. OTT പ്ലാറ്റ്ഫോംസും ഡേറ്റും അനൗൺസ്ഡ് അല്ല. അപ്രീഷിയേറ്റ് ഫോർ ഇറ്റ്സ് ഹ്യൂമർ ആൻഡ് എൻഗേജിങ് സ്ക്രീൻ പ്ലേ എന്നുള്ളൊരു കോമൺ പോസിറ്റീവ് റിവ്യൂവും അതുപോലെ തന്നെ നെഗറ്റീവായി നരേറ്റീവ് ലാക്ക് ഡെപ്ത് എന്നുള്ള ഒരു റിവ്യൂവും വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ പൈങ്കിളി 14 ഫെബ്രുവരി 2025 റിലീസായ പടമാണ്. ശ്രീജിത്ത് ബാബു ആണ് പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സജിൻ ഗോപു, അനശ്വര രാജൻ, റോഷൻ ഷാനവാസ് എന്നിവർ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നു. അർബൻ എനിമൽ, ഫഹദ് ഫാസിൽ പടം എന്നിതാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. നാരായണൻ്റെ മക്കൾ 7 ഫെബ്രുവരി 2025 ശരൺ വേണുഗോപാലാണ് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ജോജു വർഗീസ്, സുരാജ് മഞ്ഞാർമോട്, അലൻസിയർ ലോപ്പസ്, ഗാർഗി അനന്തൻ, തോമസ് മാത്യു എന്നിവരാണ് പടത്തിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഗുഡ് വിൽ എൻ്റർടൈൻമെൻ്റ് ആണ് പടം നമ്മൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. OTT ഡാറ്റാസ് അവൈലബിൾ അല്ല. ലൗഡഡ് ഫോർ ഇറ്റ്സ് ക്യാരക്ടർ ഡ്രൈവൻ നറേറ്റീവ്സ് ആൻഡ് ഇമോഷണൽ ഡെപ്ത്
എന്നുള്ളൊരു കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് കേട്ടുവരുന്നു. സം വ്യൂവേഴ്സ് ഫെൽ ദാറ്റ് ഫിലിം പേസിങ് ഫാസ്റ്റ് സ്ലോ. ഇതാണ് നെഗറ്റീവ് റിവ്യൂ. ഇതുകൂടാതെ കുറച്ച് മൂവി നമ്മളിത് സംസാരിക്കാതെ വിട്ടുപോയിട്ടുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ അടുത്തൊരു എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.